ഹായ് ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് താൻസാനിയയിലെ ലാർജസ്റ്റ് സ്പോർട്സ് ആൻഡ് സോഷ്യൽ ക്ലബ്ബായ ദാർസലാം ജിംഖാന ക്ലബ്ബിലാണ്. ഇന്നിപ്പോൾ ഇവിടെ ICC താൻസാനിയൻ ക്രിക്കറ്റ് അസോസിയേഷനും കൂടി ചേർന്ന് നടത്തുന്ന വുമൺ ക്രിയോ ക്രിക്കറ്റ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 4-ഡേ ഇവൻ്റ് ആയിരുന്നു. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോൾ ഇവിടെ എത്തി. സ്ത്രീകളിൽ ക്രിക്കറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നടക്കുന്ന ക്രിക്കറ്റ് മത്സരമായിരുന്നു. അപ്പോൾ ഇതിൽ ധാരാളം താൻസാനിയൻ ലേഡീസും ഇന്ത്യൻ ലേഡീസും പങ്കെടുത്തു. ഇന്ത്യൻ ലേഡീസിൽ 99% മലയാളികളായിരുന്നു. ക്രിക്കറ്റ് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഞാനും ഇതിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ തന്നെ ഗ്രൗണ്ടിലെത്തിയപ്പോൾ തന്നെ ആലിക്കുട്ടിക്ക് ഗ്രൗണ്ടിൽ കിടന്ന് ഒരു ഓട്ടം ഓടണം. ഞാൻ പിന്നെ മാക്സിമം എനർജി ഈ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം. കാരണം ഞാൻ കൂടെ ഓടാൻ നിന്നില്ല. പിന്നെ ആലി ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോന്നു. ഈ ക്രിയോ ഫെസ്റ്റിവൽ എല്ലാ ലെവൽ പ്ലെയേഴ്സിനും വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് അറിയാവുന്നവർക്കും അറിയില്ലാത്തവർക്കും പങ്കെടുക്കാം. പിന്നെ സാധാരണ ക്രിക്കറ്റിനുള്ള റൂൾസ് ആയിരുന്നില്ല. ഇവിടെ റൂൾസിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് ക്രിക്കറ്റിന് പങ്കെടുക്കാൻ വന്ന താൻസാനിയൻ ലേഡീസാണ്. അപ്പോൾ ഇവിടെ ടീം ഡിവൈഡ് ചെയ്തപ്പോൾ ഓരോ ടീമിൽ 6 മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ 6 പേർക്കും സെയിം കളറിൽ ജേഴ്സി ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ടീമിൻ്റെ പേര് ഗോപ എന്നായിരുന്നു. എല്ലാവരും മലയാളീസ് ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഓപ്പണിംഗ് സെറമണിക്ക് ഞങ്ങളെല്ലാവരും ഗ്രൗണ്ടിൽ ലൈനപ്പ് ചെയ്തു. സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ICC വുമൻസ് ക്രിക്കറ്റ് ഓഫീസർ ആംന റഫീഖ് ഉണ്ടായിരുന്നു. അവർ നമ്മളെ ഡാൻസൊക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ഗൈസ് അങ്ങനെ കളി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ടീമുകൾ തമ്മിലായിരുന്നു കളി. അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ടീം തന്നെയായിരുന്നു. പിന്നെ നല്ല പൊരി വെയിലായിരുന്നു. ഈ വെയിലത്ത് എങ്ങനെ കളിക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് സൈഡിലിരുന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ റൂൾസൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കാരണം ഈ ഗ്രൗണ്ട് ഫുള്ളായിട്ട് ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നില്ല. കുറേ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കളിച്ച്. ഓരോ ടീമിനും ചെറിയ ചെറിയ പോർഷൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 6 4 അടിക്കാൻ എളുപ്പമാണെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ കളിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമല്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ കളിക്കളത്തിലേക്ക് ഇറങ്ങി. ഫസ്റ്റ് ഓവറിലെ ഫസ്റ്റ് ബാറ്റ്സ്മാൻ അതായത് ഞാനായിരുന്നു. അപ്പോൾ 6ഉം 4ഉം അടിക്കാമെന്നുള്ള ഭാവത്തിലാണ് നിൽക്കണേ. അപ്പോൾ അങ്ങനെ ബോൾ ചെയ്തു, 6 അടിച്ചു. പക്ഷേ 6 അല്ല, ഭാഗ്യത്തിന് ഔട്ടായില്ല. അങ്ങനെ ഒരു റണ്ണെടുത്ത് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടു. അടുത്തൊരു 4ഉം അടിച്ചു. എൻ്റെ ടീം മെമ്പേഴ്സൊക്കെ അത്യാവശ്യം നല്ല കളിക്കാരായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ബാറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ബാറ്റിങ്ങിൽ കഴിവ് തെളിച്ചു. ഇനി ബോളിങ്ങിൽ കഴിവ് കളിക്കാനുള്ള ചാൻസാണ്. അപ്പോൾ ഫസ്റ്റ് ബോളർ ഞാനായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അമ്പയർ ചെന്ന് ബാറ്റ്സ്മാന് ബാറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ബാറ്റ് ചെയ്യാനൊന്നും അറിയില്ലായിരിക്കും എന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ ഞാൻ ഓവർ കോൺഫിഡൻസ് വെച്ചിട്ട് ബോൾ എറിഞ്ഞു. വരുന്നു ഫസ്റ്റ് ബോൾ. നല്ലൊരു അടി അടിച്ചു. പുള്ളിക്കാരിക്ക് കളിക്കാനൊക്കെ അറിയാം. എൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. അങ്ങനെ അടുത്ത ബോൾ നീട്ടി എറിയണം എന്നും പറഞ്ഞ് ഭാഗ്യത്തിന് ആ കൊച്ചിൻ്റെ തല പോയില്ല. എങ്ങനെയോ രക്ഷപ്പെട്ടു ആ കൊച്ച്. വരുന്നു അടുത്ത ബോൾ. ഔട്ട് സൈഡ്. അങ്ങനെ ഞാൻ ഒരാളെ ഔട്ടാക്കി. പക്ഷേ ഇവിടെ ഔട്ടാക്കി കഴിഞ്ഞാൽ ആൾ ഔട്ടാവില്ല. -5 ആയിരിക്കും. അതായത് 200 റൺസിലാണ് കളി നടക്കുന്നത്. ആ 200 റൺസിൽ നിന്ന് -5 പോവും. ഒരു റൺസ് എടുക്കുകയാണെങ്കിൽ അത് കൂടും. എനിക്ക് അമ്പയർ പറഞ്ഞു തരാണെങ്കിൽ എവിടെ നിന്നാണ് ബോൾ എറിയേണ്ടത്. അങ്ങനെ നമ്മൾ ബോൾ എവിടെ നിന്ന് എറിയണ്ടേന്ന് പഠിച്ചു. വരുന്നു അടുത്ത ബോൾ. ഔട്ട് സൈഡ്. അങ്ങനെ 2 അടുപ്പിച്ച് വിക്കറ്റ് എടുത്തു ഞാൻ. അങ്ങനെ ഈ കളി ഞങ്ങൾ ജയിച്ചു. അങ്ങനെ അടുത്ത ഗെയിം നമ്മൾ നമ്മുടെ മലയാളി ടീമായിട്ട് തന്നെയാണ് കളിച്ചത്. അവർ ഇതേപോലെ തന്നെ ഒരു കളി ജയിച്ചിട്ട് അടുത്ത ഗെയിം കളിക്കാൻ വന്നതാണ്. അപ്പോൾ നമ്മുടെ ഗെയിം ഇത് കഴിഞ്ഞ ഉടനെ തന്നെയായിരുന്നു. നമ്മൾ കുറച്ച് ടയേർഡായിരുന്നു. എന്നാലും നമ്മൾ നന്നായിട്ട് പൊരുത്തി കളിച്ചു. പക്ഷെ നമ്മൾ ഈ ഗെയിം ജയിച്ചില്ല. ഞങ്ങളുടെ ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഫൈനൽസ് കാണാൻ നിന്നില്ല. പക്ഷേ ഇത് മൊത്തത്തിൽ നല്ലൊരു ഇവൻ്റായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വീട്ടിലൊക്കെ ഇരിക്കണ എല്ലാവർക്കും ഇങ്ങനെ വന്ന് സ്പോർട്സ് ഇവൻറ്റിൽ പങ്കെടുക്കാൻ ഒരു ചാൻസ് കിട്ടി. ഞാൻ താൻസാനിയയിൽ വന്നിട്ട് ആദ്യമായിട്ട് പങ്കെടുത്തൊരു ഇവൻ്റായിരുന്നു. ഇവിടെ കുറേ മലയാളി മെമ്പേഴ്സ് ഉണ്ട്, മലയാളി ഫാമിലീസ് ഉണ്ട്. നല്ല ആക്റ്റീവായിട്ടുള്ള ലേഡീസാണ് എല്ലാവരും.
കാരണം ഈ ഒരു ഈവൻറ്റിൽ തന്നെ 22ഓളം ലേഡീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി.